ആ സമയത്ത് ഈ 12 ലക്ഷം ആ മാസമാണ് എനിക്ക് യൂട്യൂബ് ജീവിതത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വലിയൊരു എമൗണ്ട് കിട്ടുന്നത്. അതിന് മുമ്പ് വരെ എത്രയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്? അപ്പൊ കിട്ടുന്നതാണ് പറയാ. മറ്റേ ആ സമയത്തൊക്കെ എനിക്ക് കുഴപ്പമില്ലാതെ 5, 6, 4 അങ്ങനെ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ. പിന്നെ ഈ പറയല്ലേ, പിന്നെ ഈ ഒരു പിന്നെ എനിക്ക് നെഗറ്റീവ് കമന്റ് ആദ്യം വന്നപ്പോൾ ഞാൻ കുറച്ച് തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ല ഇത്രയും ആൾക്കാർ നമ്മളതിനെ കുറ്റം പറയാ, തെറി പറയാ, അയ്യോ ഭയങ്കര തരായിരുന്നു. പിന്നെ അത്രയും സ്നേഹത്തോടെ കമന്റ് ഇട്ട ആളുകൾ തന്നെ. അതെ, പെട്ടെന്ന് ഞാൻ ആ വീഡിയോയില് പറയുന്നുണ്ട്, അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ക്യാപ്ഷൻ മാത്രം അങ്ങനെ കൊടുത്താന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ അന്തകാലം. പക്ഷെ അത് എന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ അമ്മയും പെങ്ങളും എല്ലാവരും ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു അത്രയും നെഗറ്റീവ് കമന്റ് വന്നപ്പോ. പക്ഷെ ഞാൻ എന്താ അതോട് കൂടിയാണ് ശരിയായി. ഈ നെഗറ്റീവ് കമന്റ് ഉള്ള ഒരു സംഗതി പിന്നെ എനിക്കാണ് ഇതായി. എത്ര നെഗറ്റീവ് വന്നാലും ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു രീതിയായി. അതിന്റെ വഴിക്ക് പോട്ടെ. നമ്മളിപ്പോ ആരെയും പോയിട്ട് ഞാൻ വേറെ ആളെയും കുറ്റം പറയാറൊന്നുമില്ല. ഞാൻ ഇന്റേതായിട്ട് വീട്ടിലുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് മുന്നിലേക്ക് പോവാന്നുള്ള രീതി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഞാൻ പറയില്ല, ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോ പിന്നെ ആ ഒരു സംഗതി ഇങ്ങനെ ഷോർട്സിന് അങ്ങനെ വ്യൂസ് കൂടി. ഷോർട്സ് വന്നപ്പോ പിന്നെ ഞാനായിട്ട് തന്നെ മറ്റേ പറയാം, നമുക്കൊരു മുന്നിലൊരു സംഗതി ഉള്ളപ്പോഴായിരുന്നു ഞാൻ എത്ര റുപ്യ കിട്ടണം, അതിന്റെ കടങ്ങൾ വീട്ടണം എന്നുള്ള രീതിയിൽ മുന്നിലേക്ക് പോയായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു സംഗതിക്ക് തീർന്നപ്പോ മറ്റേ യൂട്യൂബിൽ പതുക്കെ വീഡിയോസ് ഉള്ള കുറച്ച് ഇങ്ങനെ കമ്മിയായി വന്നു. പിന്നെ വേറെ ചില ചില്ലറ പരിപാടിയൊക്കെ തന്നെ ചെയ്തപ്പോ പിന്നെ നമുക്ക് ആദ്യത്തെ പോലത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇപ്പൊ ഹാപ്പിയാണ്. വണ്ടിയാണെങ്കിലും വീടാണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അപ്പൊ പിന്നെ നല്ല രീതിക്ക് തന്നെ മുന്നിക്ക് ഇപ്പൊ പോകുന്നുണ്ട്. പിന്നെ ആദ്യത്തെ പോലെ ആൾക്കാർ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കമന്റ് ആയിരുന്നു, നമ്മള് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വ്ളോഗ് പറയാ, അതാണ് വീട്ടിലെ വിശേഷങ്ങൾ എല്ലാം പറയാന്നുള്ളത് ഭയങ്കര. ഞാൻ പിന്നെ അത് നിർത്തി, കുറച്ചു നിർത്തി.